ജോൺ വിക്ക് പോലൊരു അനിമേ സീരീസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അങ്ങനെ അനിമേ സീരീസ് ഉണ്ടോ എന്നല്ല നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടായിട്ട് ചോദ്യം. എന്നാൽ അങ്ങനെ ഒരു അനിമേ സീരീസ് ഉണ്ട്. നെറ്റ്ഫ്ലിക്സ് സ്പോൺസർ ചെയ്യുന്ന സക്കമോട്ടോ ഡേയ്സ് ആണ് ആ അനിമേ സീരീസ്. ഇപ്പോൾ നിലവിൽ 2ാമത്തെ സീസൺ എയറിംഗിലാണ്. നെറ്റ്ഫ്ലിക്സ് സീരീസ് ആണെന്ന് വെച്ച് ഇത് മറ്റ് അനിമേ വെബ്സൈറ്റുകളിലും കിട്ടും. ക്രഞ്ചി റോൾ, ഹൈ അനിമേ, അനിലവ് പോലുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കാണുകയും ചെയ്യാം. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അറിയുന്നതിന് മുമ്പ് എൻ്റെ ചാനലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. സോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻഡ്. ജോൺ വിക്ക് പോലൊരു സീരീസ് ആണെന്ന് കരുതി കംപ്ലീറ്റ് ഒരു ആക്ഷൻ പാക്ഡ് സാധനമല്ല. കോമഡി ഉണ്ട്, ഇമോഷണൽ ഫീലിങ്സ് ഉണ്ട്, എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഹോൾ പാക്കേജ് ആണ് സക്കമോട്ടോ ഡേയ്സ് നമുക്ക് തരുന്നത്. സോ സക്കമോട്ടോ ഡേയ്സ് എന്താണ് അതിൻ്റെ ഒരു ബേസിക് സ്റ്റോറി ലൈൻ പറഞ്ഞുതരാം. JAA ജപ്പാൻ അസാസിൻ അസോസിയേഷൻ ഓർ ജപ്പാൻ അസോസിയേഷൻ ഓഫ് അസാസിൻസ്, ഇതിൽ രണ്ടിൽ ഏത് വേണം പറയാം, ഏതാണെന്ന് ഞാൻ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. സോ JAAയിൽ നിന്നും റിട്ടയർ ആയ ഒരു അസാസിന്റെ കഥ, അതാണ് നമ്മുടെ സക്കമോട്ടോ. സക്കമോട്ടോ ഈസ് അറിയപ്പെടുന്നത്, സക്കമോട്ടോ ഈസ് നോൺ ആസ് ദി ലെജൻഡറി അസാസിൻ ഇൻ ദ ഹോൾ JAA. അതായത് അസോസിയേഷനിൽ തന്നെ വൺ ഓഫ് ദി ലെജൻഡറി അസാസിൻ ആയിരുന്നു മിസ്റ്റർ സക്കമോട്ടോ. സക്കമോട്ടോ എന്തുകൊണ്ട് റിട്ടയർ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ജോൺ വിക്കിലെ ഒരു തീം തന്നെയാണ്. പുള്ളിക്കാരൻ ഒരു പെൺകുട്ടിയെ കാണുന്നു, പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാവുന്നു, അവളുമായിട്ടൊരു ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി പുള്ളി ഈ അസാസിൻ ലൈഫ് റിട്ടയർ ചെയ്യുന്നു. അത് കഴിഞ്ഞ ശേഷം തന്നെ ഈ അസോസിയേഷൻ തന്നെ ഈ റിട്ടയർ ആയ സക്കമോട്ടോയെ കൊല്ലാനായിട്ട് ഒരു അസാസിനെ അയക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ബിഗ് ബൗണ്ടി സക്കമോട്ടോയുടെ തലയിൽ അവരിടുന്നു. അതിൻ്റെ പിറകെ വരുന്ന അസാസിൻസ്, അതിനെ ബേസ് ചെയ്ത് പോകുന്ന സ്റ്റോറി ലൈനാണ് ബേസിക് ആയിട്ട് സക്കമോട്ടോ ഡേയ്സിൽ കാണിക്കുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സക്കമോട്ടോ അഥവാ ടാറോ സക്കമോട്ടോ. സോ ഒരു പെൺകുട്ടിയുമായിട്ട് സക്കമോട്ടോ പ്രണയത്തിലാവുന്നു. ആ പെൺകുട്ടിയെ വിവാഹം ചെയ്ത ശേഷം അസാസിൻ എന്ന ജോലി താൻ റിട്ടയർ ചെയ്യുന്നു. അതിനുശേഷം അവരൊരു പലചരക്ക് പോലെ ഒരു ഷോപ്പ് ഇട്ട് അവരൊരു ഷോപ്പ് കീപ്പറായിട്ട് അവരവരുടെ ഫാമിലി ആയിട്ട് ജീവിക്കുന്നു. പുള്ളി പോകെ ഗുണ്ടാകുന്നു. പുള്ളിയുടെ ഹോൾ ബോഡി സ്ട്രക്ചർ തന്നെ മാറുന്നു. സക്കമോട്ടോയ്ക്ക് ഒരു കുട്ടി ഉണ്ടാവുന്നു. ഈ ഒരു സമയത്താണ് അവരുടെ അസോസിയേഷനിൽ നിന്ന് ഒരു അസാസിനെ അവർ സക്കമോട്ടോയുടെ പിന്നാലെ പറഞ്ഞു വിടുന്നതും പുള്ളിയെ കൊല്ലാനായിട്ട് അവർ അസാസിനെ സക്കമോട്ടോയുടെ പിറകെ വിടുന്നത്.